സാധാരണ സ്റ്റീം ബാത്ത് ചെയ്യുന്ന കാലത്താണോ വൈകുന്നത്? അത് എത്ര ഡ്യൂറേഷൻ എത്രയാണ്? അത് ഓരോരുത്തർ വേർക്കുന്നതിൻ്റെ അനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. മാക്സിമം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ ചെയ്യാൻ പാടില്ല. പിന്നെ ഡയറക്റ്റായിട്ട് കണ്ണിലേക്ക് സ്റ്റീം കൊടുക്കരുത്. ഒന്നെങ്കിൽ കണ്ണ് മൂടിയിട്ട് വേണം സ്റ്റീം ബാത്ത് ചെയ്യാനായിട്ട്. ഈ പണ്ട് കാലങ്ങളിൽ കുഴി കുഴിച്ചിട്ട് അതിനകത്ത് ഇലകൾ, ആ ട്രീറ്റ്മെൻറ്റ് സെയിം തന്നെ അത് മോഡിഫൈ ചെയ്തേക്കാനാണോ ശരിക്കും? അത് പ്രകൃതി ചികിത്സയിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതിൽ വരുന്നതല്ല. അത് ഈ സ്റ്റീം ബാത്ത് ശേഷമുള്ള ഏത് 5ാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്താ ശരിക്കും? സ്റ്റീം ബാത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അല്ല, സ്റ്റീം ബാത്ത് അത് പഞ്ചകർമ്മത്തിൽ വരുന്നതല്ല. ഇത് അല്ലല്ല. സ്റ്റീം ബാത്ത് ജനറൽ ആയിട്ടുള്ള ഒരു ശരീരത്തെ ശുദ്ധീകരിക്കാൻ, ഡീടോക്സിഫിക്കേഷൻ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് സ്വേദക്രിയയാണ്. കാരണം ശരീരത്തിലുള്ള മാലിന്യങ്ങളെ സ്വെറ്റ് ഗ്ലാൻസിൽ കൂടെ വെളിയിൽ കളയുക. അതാണ് സ്റ്റീം ബാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഴയ ഒരു സ്വേദനക്രിയ. പണ്ട് നമ്മൾ കയറ് കെട്ടിയ കട്ടിൽ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ മരുന്ന്, ഈ ഇലകളൊക്കെ ഇട്ട് വെള്ളം ചൂടാക്കി വയ്ക്കും. അപ്പോൾ ആ ആവി കൊണ്ട് ശരീരത്തിലെ ദൂഷ്യങ്ങളെ വെളിയിൽ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സ ഇപ്പം പുതിയ രീതിയിൽ നമ്മൾ സ്റ്റീം ബാത്തായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ വേറെ ഏതൊക്കെ ചികിത്സയാണ് ഇവിടെ ഇത് ചെയ്യുന്നത്? പിന്നെ ശിരോധാര ചെയ്യുന്നുണ്ട്, ശിരോവസ്തി ചെയ്യുന്നുണ്ട്. പിന്നെ ശിരോവസ്തി അത് ശരിക്കും പറഞ്ഞാൽ അസുഖങ്ങളിലാണ് ചെയ്യുന്നത്. പാരാലിസിസ്, ഫേഷ്യൽ പാൾസി ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അസുഖങ്ങളിൽ കൂടുതലായിട്ട് ചെയ്യുന്നതാണ് ശിരോവസ്തി. അതൊരു പ്രത്യേക രീതിയിൽ തലയിൽ എണ്ണ നിർത്തുന്ന, പ്രത്യേക രീതിയിൽ എണ്ണ നിർത്തുന്ന ഒരു ചികിത്സയാണ് ശിരോവസ്തി. അല്ലല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും, അതിന് ഉപയോഗിക്കുന്ന തൈലം വളരെ നമ്മൾ ശ്രദ്ധിച്ച് കണക്കാക്കേണ്ട ഒരു രീതിയാണ്. അതുപോലെ ചെയ്യുമ്പോഴാണെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു 3 പേരെങ്കിലും ആ ട്രീറ്റ്മെൻറ്റിന് രോഗിയുടെ അടുത്ത് വേണം. എന്നാലേ അത് വളരെ ഭംഗിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഒന്ന് ലീക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ പേഷ്യൻ്റ് അനങ്ങാതിരിക്കാനും ശ്രദ്ധിച്ച് ചെയ്യേണ്ട. ട്രീറ്റ്മെൻറ്റ് റൂമിൽ സൗണ്ട് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അനക്കെന്താ ഉദ്ദേശിച്ചത്? ഇതിനെല്ലാം ഇതിന്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ പഞ്ചകർമ്മ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അകത്ത് മരുന്ന് കഴിക്കുന്ന കഷായങ്ങളും അതിന് വേണ്ട അനുപാനങ്ങളും കൂടെ കൊടുക്കാറുണ്ട്. അതോടുകൂടിയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇതിനുള്ള മരുന്നുകൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ സ്ഥാപനം എവിടെ നിന്നാണ്? നമ്മൾ തൈക്കാട്ട് മൂസ് ETM വൈദ്യശാലയിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അവരുടെ മരുന്നാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് മരുന്നുകൾ നമ്മൾ അത്യാവശ്യം രോഗികൾക്ക് വേണ്ട മരുന്നുകളും ചിലത് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. പച്ചമരുന്നുകൾ പറിച്ചിട്ട് സ്വരസമൊക്കെ എടുത്ത്, അതായത് പച്ചിലച്ചാറ് എന്ന് പറയും. അപ്പോൾ അതിൽ ഗുളിക കൊടുക്കേണ്ടതുണ്ടെങ്കിൽ, ഇപ്പോൾ തുളസിയില നീരിൽ കൊടുക്കേണ്ടതുണ്ടാവും ചില ഗുളികകൾ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അങ്ങനെ ആ നീരുകൾ പറിച്ച്, ആ ഇലകൾ പറിച്ചിട്ട് ആ മരുന്നുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മെറി ലാൻഡിന്റെ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത വെച്ചാൽ ഗവൺമെന്റ് അപ്രൂവ് ടൂറിസം അപ്രൂവ്സിന് എന്തെല്ലാമാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്? ടൂറിസത്തിന്റെ ഒലിവ് ക്ലാസിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് അവരുടെ 3 വർഷം കൂടുമ്പോൾ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. അവരുടെ നോംസ് അനുസരിച്ച് ആണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അവരുടെ ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. ഇവിടെ ഫോറിനേഴ്സ് അട്രാക്ട് ചെയ്യുന്നത് അതേപോലത്തെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ റൂംസിലാണെങ്കിൽ AC റൂം കൊടുത്തിട്ടുണ്ട്, നോൺ AC എക്സിക്യൂട്ടീവ് റൂമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, TV, ഫോൺ ഫെസിലിറ്റി എല്ലാം. സാധാരണ രീതിയിൽ അവർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഇത് സുഖചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവർ വന്നു കഴിഞ്ഞാൽ ഒരു ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി കൊടുക്കാവുന്ന ഒരു ചികിത്സ, അത് ഒന്ന് പറയാമോ? അത് നമ്മൾ അവർക്ക് അസുഖമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജനറലായിട്ട് ഒരു റിഫ്രഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഒഴിച്ചിൽ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സ്റ്റീം ബാത്ത്, അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ശിരോധാര നമുക്ക് കൊടുക്കാം. അതുപോലെ ക്ഷീരധാര, മനസ്സിന് പാലുകൊണ്ട് തന്നെ ധാര ചെയ്യുന്നത്. അത് മുത്തങ്ങയാണ് അതിനകത്ത് ഉപയോഗിക്കാറ്. അതിനകത്ത് പാല് തിളപ്പിച്ചിട്ട് അത് ആറിയ ശേഷം ചെറു ചൂടോടുകൂടി നമ്മൾ ധാര ചെയ്യാറുണ്ട്. ഇതൊരു പാക്കേജ് പോലെ. അത് എത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു? സാധാരണ 7 ദിവസത്തെ, 14 ദിവസം, 21 ദിവസം, അങ്ങനെയാണ് ആയുർവേദ ട്രീറ്റ്മെന്റ് പോകുന്നത്.
ഈ 7 ദിവസത്തെ ട്രീറ്റ്മെന്റ് ഇവിടുത്തെ ഫുഡ് അടക്കം എല്ലാമായിട്ടാണോ ഒരു പാക്കേജ് ആയിട്ടാണ് ടൂറിസ്റ്റിന് കൊടുക്കുന്നത്? ഫുഡ് വെജിറ്റേറിയൻ ഫുഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് റൂം സർവീസായിട്ട് നമ്മൾ കൊടുക്കുക ചെയ്യും. ഈ സമയത്തുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ ഡോക്ടർ അതിപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥ, ഇപ്പോൾ BP പ്രഷർ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കൊടുക്കുക, ഉപ്പ് തീർത്തും ഇല്ലാതെ ഭക്ഷണങ്ങൾ കൊടുക്കുക. പിന്നെ കൂടുതൽ ഇലക്കറികൾ, നമ്മളിവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഇലക്കറികൾ കൂടുതൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പപ്പടം അങ്ങനെയുള്ള സാധനങ്ങൾ കഴിയുന്ന ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇവിടെ നടുവേദനക്കുള്ള എന്തെല്ലാമാണ് നടുവേദന? എല്ലാവർക്കും ഒരു പരിധി വരെ ഒരു 40 ദിവസം കഴിഞ്ഞ് നടുവേദന വരുന്നുണ്ട്. എന്താണ് ഡോക്ടർ ഇവിടെ പ്രത്യേകം ചികിത്സ ചെയ്യുന്നത്? നടുവേദനയ്ക്ക് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് ജെനുവിൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്. അത് പ്രത്യേകിച്ച് കടിവസ്തി, അതുപോലെ തന്നെ വസ്തി പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ നടുവേദനയ്ക്ക് കൂടുതലായിട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വസ്തി ഈ നടുവേദനയ്ക്ക്, അതുപോലെ ഡിസ്കിൻ്റെ എന്തെങ്കിലും ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ്, അതിനൊക്കെ വസ്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ്. അത് തൈലവസ്തിയുണ്ട്, കഷായവസ്തിയുണ്ട്. അത് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ ഓഫ് ദി പേഷ്യൻറ്റ് ആണ് നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അവരുടെ സ്കാനിങ് റിപ്പോർട്ട് എടുത്തിട്ട് എന്തോരം കൂടുതലുണ്ട്, ഈ ബൾജിങ് എന്തോരം കൂടുതലുണ്ട്, എന്തെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടോ, സ്പൈനൽ കനാലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് ചികിത്സ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ജനറലായിട്ട് കടിവസ്തി പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഫേസിൽ ഇലക്കിഴി, ഡിസ്ക് ബൾജ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 14 ദിവസമെങ്കിലും കിടന്ന് ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫുഡും കഴിക്കണം. ഇതിൽ സ്വാഭാവികമായിട്ടും ഈ നടുവേദന വരാൻ എന്തെങ്കിലും ഇത്ര നാളത്തെ ട്രീറ്റ്മെൻറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഡോക്ടർ വേണ്ട? കാരണങ്ങൾ സാധാരണ കാൽസിഫിക്കേഷൻ കൊണ്ട് വരാം, കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് വരാം. അതുപോലെ തന്നെ ഓവർ സ്ട്രെയിൻ ആക്സിഡൻ്റൽ അങ്ങനെയൊക്കെയാണ്. ആയുർവേദത്തിൽ പറഞ്ഞാൽ അഭിഘാതജമായിട്ട് വരാം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാറുണ്ട്. ഈ കയ്യൊക്കെ ഒടിഞ്ഞ വരലൊക്കെ എല്ലിന് ബോണിനൊക്കെ ചികിത്സിക്കുന്ന രീതിയുണ്ട് ആയുർവേദത്തിൽ. ഏറ്റവും നല്ല ആയുർവേദം എന്ന് പറയുന്നത് ആ രീതി ഇവിടെ ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് അതിൻ്റെ ചികിത്സ? കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് പ്ലാസ്റ്റർ ഇടുന്നതിനെക്കാട്ടിലും ഗുണം ചെയ്യുന്നതാണത്. ആയുർവേദത്തിൽ ശരിക്കൊരു ഈ ചികിത്സയിൽ ഇമ്മൊബിലൈസേഷനാണ് വരുന്നത്. അത് കൈ അനക്കാതെ അത് സ്ലിങ് ഇട്ടിട്ടായാലും പ്ലാസ്റ്ററിങ് ആയാലും ഇപ്പോൾ അത് ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. അത് നമ്മളിവിടെ ചെയ്യുന്നില്ല. അത് പ്ലാസ്റ്ററിങ് നമ്മൾ ചെയ്യുന്നില്ല, പക്ഷേ ഇമ്മൊബിലൈസേഷൻ കൊടുത്തു വിടാറുണ്ട്. വേറെ എത്ര ഡോക്ടർമാരുണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ കീഴിൽ? വിസിറ്റിംഗ് ആയിട്ട് ഡോക്ടർ രാമചന്ദ്രൻ നായരുണ്ട്, ഞായറാഴ്ച വരുന്നുണ്ട്. പിന്നെ ലേഡി ഡോക്ടർ മേരി. പഞ്ചകർമ്മ അല്ലാതെ